Good morning, students. In our last class, we have completed the half lesson of the Happy Prince in Unit 4. Okay, and today we are going to continue the same lesson. Okay, are you ready? Yes. In last class, we have seen that Happy Prince lost his two eyes, isn't it? And he gave one eye to that match girl, and then another eye, that is another sapphire, to that writer. So now he is blind. So the little swallow told to Happy Prince that I will stay with you forever, because hereafter you can't see anything. So I am ready to stay with you forever. That's what he told. So after that, what is happening in that city, that is we are going to see now. So the city sights. Dear little swallow, said the prince, fly over my city and tell me what you see there. The swallow flew over the great city and saw the rich making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. Then he flew back and told the prince what he had seen. So now the Happy Prince can't able to see anything. No, that's why he is asking the little swallow to see what is happening in the city. So after hearing that, the swallow flew over the city. Flew, I already told you, fly എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ ആ സിറ്റിൻ്റെ മുകളിൽ കൂടിയൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണാൻ എന്തൊക്കെ, ദറ്റ് ഈസ് ദ റിച്ച് പീപ്പിൾ നോ ദേ ആർ മേക്കിംഗ് മെറി, ദേ ആർ വെരി ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പുവർ പീപ്പിൾ നോ ദേ ആർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്, ദറ്റ് ഈസ് ബെഗേഴ്സ്, ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഹി ഫ്ലൂ ഇൻ ടു ദ ഡാർക്ക് ലെയിൻസ്, ലെയിൻ ഇൻ ദ സെയിൻസ് റോഡ്, ചെറിയ റോഡിൻ്റെ കൂടിയൊക്കെ പറന്നു പോവാണ്. സോ ദാറ്റ് ടൈം ഹി ക്യാൻ ഏബിൾ ടു സീ ദ ഫേസസ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. സ്റ്റാർവിങ് ഇൻ ദ സെൻസ് ഇങ്ങനെ വിശന്നിരിക്കുന്ന കുട്ടികളുടെ മുഖമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഹി ഫ്ലൂ ബാക്ക് ടു ഹാപ്പി പ്രിൻസ് ആൻഡ് ടോൾഡ് വാട്ട് ഹി സോ ഇൻ ദ സിറ്റി. I am covered with fine gold, said the prince. You must take it off leaf by leaf and give it to my poor people. They always think that gold can make them happy. So now the Happy Prince is telling that his statue is fully covered with thin leaves of gold, that we see in the beginning of the lesson itself. So you just take one by one the layer, or layer ആയിട്ട് എടുത്തിട്ട് we just go and give to the needy people. ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അവർക്ക് ഓരോന്ന് കൊടുക്കുക. because the people, they are thinking that if they get gold they will become very very happy, എന്നാൽ ഗോൾഡ് കിട്ടിയാൽ അവർക്ക് സന്തോഷം കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ യു ജസ്റ്റ് ഗോ ആൻഡ് ഹെൽപ്പ് ദം. സോ വിത്ത് ദറ്റ് ഗോൾഡ് ദേ ക്യാൻ സെൽ ഇറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് സം മണി. വിത്ത് ദറ്റ് ദേ ക്യാൻ ബൈ ഫുഡ് ഓർ ക്ലോത്തിങ്സ്, വാട്ട് എവർ ദേ നീഡ്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് Happy Prince told to little swallow. And then leaf after leaf of the fine gold the swallow picked off till the Happy Prince looked quite dull and grey. He took it to the poor, and the children's faces grew rosier, and they laughed and played games in the street. We have bread now, they cried. സോ ഓരോ ലീഫായിട്ട് ഹാപ്പി പ്രിൻസ് എന്ത് ചെയ്ത് അവിടുത്തെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് കൊണ്ടു കൊടുത്തു. സോ നൗ ദ വൈറ്റ് ഫേസസ് ഒക്കെ ഇങ്ങനെ ഭക്ഷണം ഇല്ലാണ്ട് ഇങ്ങനെ പേലായിട്ട് ഇങ്ങനെ വിളറിപ്പോയുള്ള ഫേസൊക്കെ നൗ ഇറ്റ് ബിക്കംസ് റോസിയസ്റ്റ്. ഓക്കെ, ഇങ്ങനെ അവരുടെ ആ ചോരല്ലാതെ ആവുമ്പോഴാണ്, ദറ്റ് ഈസ് അവൻ്റെ ബ്ലഡ് കൗണ്ട് കുറയുമ്പോഴാണ് നമ്മൾ ഫേസ് ഇങ്ങനെ വല്ലാണ്ട് ഇതായി പോവാനാണല്ലോ പറയുക. അപ്പോൾ അത് പിന്നെയും അങ്ങനെ കുറച്ചും കൂടി നല്ല ഫുഡൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുമ്പോൾ ഇവിടെ ബ്ലഷ് വരുന്നത് പോലെ വി ക്യാൻ സീ ദറ്റ് നല്ല വെളുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല ചിരിക്കുമ്പോഴും കരയുമ്പോഴൊക്കെ പെട്ടെന്ന് ആ ഫേസൊക്കെ റെഡിഷ് ആവും അല്ലേ. സോ അതുപോലെ തന്നെ സോ നൗ ദ ഫേസ് ബിക്കം റോസിയസ്റ്റ് വിത്ത് ദ ഹാപ്പിനെസ് ഓഫ് ഗെറ്റിംഗ് gold. Okay, and then now they are saying that we have bread now. അപ്പോൾ ഇവിടെ ബ്രെഡിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭക്ഷണം കിട്ടിയെന്നാണ്. നോട്ട് ഓൺലി ദ ബ്രെഡ് ആൻഡ് ജാം നമ്മൾ കഴിക്കുന്ന അതല്ല, ഇവിടെ ബ്രെഡിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് they got food now because they can sell the gold and they will get money to buy food. Clear? Okay. Then question number 20. What sights did the swallow see in the great city? Okay, so ആ സിറ്റിയിൽ എന്തൊക്കെയാണ് സ്വാലോ കണ്ടത് എന്നാണ്.
Okay. Question number 20. So what sights did the swallow see in the great city? എന്തൊക്കെയാണ് കണ്ടത്? The swallow flew over the great city and saw the rich. A second paragraph ഉണ്ടല്ലോ. That you can put a bracket. ഇവിടെ ഒരു bracket ഇട്ടിട്ട് then you can mark question number 2. Okay, this is the answer for the question number 20. Sorry, 20. Okay, that is the rich making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. ഇതാണ് ആ സിറ്റീൻ്റെ മുകളിൽ നിന്ന് കണ്ടത്. So you can mark this for as answer for question number 20. And in question number 21, did the gold given by the prince make the people in the city happy? How do we know? ഓക്കെ, സോ എന്താണ് അവിടെ പ്രിൻസ് കൊടുത്ത ആ ഗോൾഡ് ആ പീപ്പിളിനൊക്കെ ഹാപ്പി ആക്കോ? എങ്ങനെയാണ് അവരെ ഹാപ്പി ആക്കും എന്നാണ് ചോദിച്ചത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മേക്ക് ദം ഹാപ്പി, ഇസൻറ്റ് ഇറ്റ്? സോ യു ഹാവ് ടു റൈറ്റ് യെസ്, ദ ഗോൾഡ് ഗിവൺ ബൈ ദ പ്രിൻസ് മേഡ്. മേക്ക് എന്നുള്ള വേർഡ് വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു മേഡ്, ബിക്കോസ് ഇവിടെ ഡിഡ് എന്നുള്ള ആ വേർഡ് വന്നിട്ടുണ്ട്. സോ ദറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്. So in answer we have to change this word make into made. Okay, made. Yes, first you have to write yes, the gold given by the prince made the people in the city happy because they can sell the gold. With that money they will get food, they will buy food. Okay, that's what you have to write as an answer for question number 21. Okay. The sacrifice. Then the snow came, the poor little swallow grew colder and colder, but he would not leave the prince. He loved him too well. He tried to keep himself warm by flapping his wings. Okay, now the sacrifice and ത്യാഗം ചെയ്യാനൊക്കെ പറയും. അപ്പോൾ എന്താണ് ചെയ്തത്? That we can see now. So now snow came. Winter seasonന് മുന്നേ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞതാണ്, but he didn't go because he wants to stay with happy prince to help him. So now the snow came. Winter season വന്നു. So ആ ലിറ്റിൽ സോൾ എന്ത് ചെയ്യും? തണുപ്പ് കൂടി വരാം, കൂടുതൽ തണുപ്പാണ്. But he didn't leave the happy prince. Okay, he don't want the happy prince to be alone. He loved him so much. He loved him that much. And then he tried to keep himself. Okay, അവരുടെ ശരീരം ചൂടാക്കാൻ എന്താ ചെയ്ത് ഇങ്ങനെ വിങ്സ് ഇങ്ങനെ ഫ്ലാപ്പ് ആക്കിക്കൊണ്ട് ഇങ്ങനെ വിങ്സ് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ടു കീപ് ഹിസ് ബോഡി വാം. ഓക്കെ, ആ ശരീരത്തിൽ ചൂടുണ്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിങ്സിന് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുമ്പോഴും. And then, but at last he knew that he was going to die. He had just strength to fly up to the prince's shoulder once more. Goodbye, dear prince, he murmured. I am glad that you are going to Egypt at last, little swallow, said the prince. Okay, so at last at the end he came to know that he is going to die. ആ തണുപ്പ് സഹിക്കാൻ പറ്റില്ല, മരിക്കാൻ പോവാണെന്ന് മനസ്സിലായി. So it somehow take the strength to fly near to the happy prince face. Okay, happy prince in the shoulder അവർ എത്ര വരെ ഉള്ള സ്ട്രെങ്ത്ത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് മുകളിൽ വരെ പറന്നിട്ട് എന്ത് ചെയ്ത് ഗുഡ് ബൈ ഹാപ്പി പ്രിൻസ് എന്ന് പറഞ്ഞു. സോ ഹാപ്പി പ്രിൻസ് തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഈജിപ്റ്റ്. ഓക്കെ, ഫൈനലി ഇറ്റ് ഡിസൈഡഡ് ടു ഗോ ടു ഈജിപ്റ്റ്. അങ്ങനെ വിചാരിച്ച് അല്ല, ഫുള്ളും മുകളിൽ പറന്ന് പോയിട്ട് അവിടെ നിന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, ഗുഡ്, യു ക്യാൻ, നല്ല ഡിസിഷനാണ്, യു ആർ ഗോയിങ് ടു ഈജിപ്റ്റ് അല്ല അങ്ങനെയൊക്കെ പറയുന്നത്. Okay, and then it's not to Egypt that I am going, said the swallow. He fell down dead at his feet. At that moment a curious crack sounded inside the statue, as if something had broken. The leaden heart had snapped right in two. You can see the pic here. The little swallow dead. കണ്ടോ, ഇവിടെ വിറച്ച് കിടക്കുന്നത് കണ്ടില്ല. സോ ആഫ്റ്റർ സീയിങ് ദാറ്റ് ഇറ്റ് ഇസ് ടെല്ലിങ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഈജിപ്റ്റ്. നമ്മൾ ഈജിപ്റ്റിനല്ല പോകുന്നേ, മരിക്കാൻ പോവല്ലേ. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? അവിടെ നിന്ന് മറിച്ച് നിലത്ത് വീണ്, ഫീറ്റിൽ, അതായത് ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റിൽ തന്നെ വീണ് പോയി.
സോ ആ മൊമെൻറ്റിൽ തന്നെ എ ക്രാക്ക് എന്തോ ഇങ്ങനെ പൊട്ടിയതുപോലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ വാട്ട് സൗണ്ട് ഇസ് ദിസ് വാസ് ഹാപ്പി പ്രിൻസിൻ്റെ ആ സ്റ്റാച്യൂൻ്റെ ഉള്ളിൽ ഒരു ലെഡൻ ഹാർട്ട് ഉണ്ട്. ലെഡൻ മീൻസ് ആ ലെഡ് വെച്ചിട്ടുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാർട്ട് ഉണ്ട്. ശരിക്കും ദറ്റ് ഹാർട്ട് വാസ് ബ്രോക്കൺ ഇൻ ടു അതാണ് ഇങ്ങനെ 2 കഷ്ണമായിട്ട് പൊട്ടിപ്പോയത്. വൈ? ബിക്കോസ് ദ ഡെത്ത് ഓഫ് little swallow affected him that much, because both of them loved each other, even though very short days, but they have loved each other that much. Okay, and then now question number 22. It is not to Egypt that I am going, the swallow said. Where did the swallow go? The swallow died. Allah, the swallow didn't go anywhere, it was dead. The swallow didn't go anywhere, it was dead. What happened to the prince? The prince എന്ത് പറ്റി? The leaden heart, that is the prince also, the prince heart broken into 2 after the death of the little swallow. You can write like that. After the death of the little swallow, the prince heart, leaden heart, had snapped right in 2. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, വിത്ത് ദ സാഡ്നെസ്. ദ പ്രിൻസ് ഹാർട്ട് ഹാഡ് സ്നാപ്ഡ് റൈറ്റ് ഇൻ 2 with the sadness. And the tragic end. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed the column, he looked up the statue. "Dear me, how shabby the happy prince looks," he said. "And here is actually a dead bird at his feet," continued the mayor. "As he is no longer beautiful, he is no longer useful. It's time we pull down this statue." So they pulled down the statue of the happy prince. Okay, so then what happened? And then next morning, the mayor of the city, okay, mayor പറഞ്ഞാൽ അവിടുത്തെ ഒരു ഹെഡ്, നമുക്ക് ഇവിടെയും മേയറൊക്കെ ഉണ്ട്. ഓക്കെ, സോ അവിടെ മേയർ ആ സ്റ്റാച്യൂൻ്റെ ഭാഗത്തുകൂടി പോകുമ്പോൾ ഹീ ഈസ് സീയിങ് ദ സ്റ്റാച്യൂ ആൻഡ് ദ സ്റ്റാച്യൂ ഈസ് നോട്ട് pretty anymore, because the gold thin leaves were taken over by the little swallow and it was given to the poor people. So now it looking very ഡല്ലായിട്ട് ആണ് കാണുന്നത്. അത് അട്രാക്റ്റീവായിട്ടേ ഇല്ല. സോ ദ മേയർ ഈസ് ടെല്ലിങ്, അത് മാത്രമല്ല അവിടെ ഒരു ബേർഡും ചെത്ത് കിടക്കുന്നുണ്ടല്ലോ കാലിൽ. സോ വി ക്യാൻ പുൾ ഡൗൺ, ഹി ഈസ് നോ ലോങ്കർ ബ്യൂട്ടിഫുൾ. ഇനി ബ്യൂട്ടിഫുള്ളേ അല്ല, അപ്പോൾ ഇനി യൂസ്ഫുള്ളും അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇവിടെ നിന്ന് പുൾ ഡൗൺ, നമുക്ക് റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വാട്ട് ദേ ഡൂയിങ്, വി ക്യാൻ സീ ദ പിക്ചർ, റൈറ്റ്? ദേ പുൾ ഡൗൺ ദ സ്റ്റാച്യൂ ഓഫ് ദ ഹാപ്പി പ്രിൻസ്. ക്ലിയർ? ആ ലിറ്റിൽ സ്വാളോ മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ സംതിങ് ട്രബിൾ ഡസ്, റൈറ്റ്? ഒരു സങ്കടം തോന്നിയില്ലേ? So question number 24. Why did the mayor decide to pull down the statue? The mayor decided to pull down the statue because the statue looks dull. The statue looks dull, so it is not useful. That is why he decided to pull down the statue. The mayor decided to pull down the statue because it looks dull and grey. It looks dull and grey. It looked in area madi past tense. Clear? So now next, let's review the story. The swallow's friends had gone away to Egypt to save themselves from the approaching winter. So what do you think the swallow alone was left behind? എന്തുകൊണ്ടാണ് സ്വാലോ മാത്രം അവിടെ പോവാണ്ടിരുന്നത്? ബിക്കോസ് എന്താണ്, ഹി മേ വിഷ് ടു സീ ദ സിറ്റി, ഹി മേ വിഷ് ടു സ്റ്റേ ഇൻ ദ സിറ്റി സം മോർ ഡേയ്സ്. ഓക്കെ, ആൻഡ് ഹി വാസ് സ്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു റീസൺ വി ക്യാൻ റൈറ്റ് ഡൗൺ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ, സോറോ വാസ് നോട്ട് അലൗഡ്. അല്ലെങ്കിൽ എന്ത് റീസൺ ആണ്? ബിക്കോസ് ഇറ്റ് അക്സെപ്റ്റഡ് ദ റിക്വസ്റ്റ് ഓഫ് ഹാപ്പി പ്രിൻസ് ടു സ്റ്റേ ഫോർ വൺ മോർ നൈറ്റ്. You can write like that, because the little swallow എന്തിനാണ് അവിടെ തന്നെ നിന്നതെന്നാണ് ചോദിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് എനി റീസൺ. ഓക്കെ, ഇറ്റ് അക്സെപ്റ്റഡ് ദ ലിറ്റിൽ swallow's request to stay for to be a messenger of him. And then
Sorrow was not allowed to enter the palace. What picture do you get about the palace of the prince from these words? So we can able to see, we can able to imagine, we can able to imagine that the whole palace of prince is surrounded with happiness, filled with happiness. We can get an picture, otherwise we can able to imagine that, we can able to imagine that the whole palace of happy prince was filled with happiness. Then question number 3, we swallows fly far too well for that. What did the swallow mean by these words? That is, the swallow meant by these words that they can fly too well. Okay, എന്നാൽ പെട്ടെന്ന് തന്നെ അവർക്ക് കുറേ ദൂരത്തേക്ക് പറന്ന് പോകാൻ പറ്റും ഫ്രം ദറ്റ് ഡേഞ്ചർ. അവർ കല്ലെടുത്ത് എറിയുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ they can fly so fast. They can fly so fast. So that's what he meant here. And then in the beginning of the story, the swallow was not ready to stay with the prince. What change do you notice in the swallow's character as the story progresses? Pick out the sentences to support your answer. സോ പിന്നെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ല, പിന്നെ അക്സെപ്റ്റ് ചെയ്തു, പിന്നെ അത് അങ്ങനെ സ്റ്റോറി പ്രോഗ്രസ് ആയി പോകുമ്പോൾ, സ്റ്റോറി ഇങ്ങനെ കുറച്ചും കൂടി ഇതായി വരുമ്പോൾ ദ ലിറ്റിൽ സ്വാലോ ബിക്കെയിം കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഓക്കെ, എന്താണ് അത് കുറച്ചും കൂടി ദയ തോന്നാൻ തുടങ്ങി ഇപ്പോൾ വേറെ ഉള്ള ആൾക്കാരോട്. ആദ്യം അങ്ങനെ ആ ബോയ്സ് കല്ലെടുത്ത് എറിയുന്നുണ്ട്, സോ നിക്കൂളാനാണല്ലോ പറഞ്ഞത്. പിന്നെ ഹാപ്പി പ്രിൻസിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇറ്റ് ഫീൽസ് ദ വാം എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആ വാം ഫീൽ ചെയ്ത് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു നല്ല ഒരു മനസ്സിൽ നല്ലൊരു ഫീൽ കിട്ടി. സോ ദാറ്റ് മേഡ് ഹിം വാം. So when the progress of the story made the little swallow to become more kind and gentle. To become more kind and gentle. So അത് നമ്മൾ കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ there will be there some lines. Okay. See, dear prince, said the swallow, I cannot do that, and he began to weep. ഓക്കെ, അതെന്താണ്, ഹാപ്പി പ്രിൻസിൻ്റെ ഐസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അവന് കൊടുക്കാൻ തന്നെ മനസ്സില്ല, അതിന് സങ്കടം കൊണ്ട് ഇങ്ങനെ ഐസ് എടുക്കാൻ പറഞ്ഞപ്പോൾ വിഷമം ഉണ്ടായില്ലേ. ദാറ്റ് വി ക്യാൻ റൈറ്റ് ഡൗൺ. ആൻഡ് ദെൻ സം അതർ ലൈൻസ് ആൾസോ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഡേ അതൊക്കെ കൊടുത്തതിന് ശേഷം പോവാൻ പറഞ്ഞിട്ടു ദാറ്റ് ഹാപ്പി ലിറ്റിൽ സ്വാളോ ഈസ് നോട്ട് റെഡി ടു ഗോ, ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ് എന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് നിങ്ങൾ ബ്ലൈൻഡാണ് ഇനി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് I will stay with you always, said the swallow, and he slept at the prince's feet. ആ വിൻ്റർ സീസൺ വന്നാൽ മരിച്ചു പോകും മനസ്സിലായിട്ടും he is not ready to gone to Egypt, right? So these are the lines shows that he becomes more kind and gentle. Okay. And the next one, whose sacrifice is greater, the prince or the swallows? ആറിൻ്റെ ത്യാഗമാണ് വലുത് എന്നാണ്, പ്രിൻസിൻ്റെ ആണോ സ്വാലോൻ്റെ ആണോ? സോ വാട്ട് യു ഫീൽ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ. ഓക്കെ, പ്രിൻസ് ഇങ്ങനെ ഐസും അവൻ്റെ സ്റ്റാച്യൂലുള്ള ഫുള്ള് ലീവ്സും കൊടുത്ത്, ബട്ട് ലിറ്റിൽ സ്വാലോ സ്വന്തം ജീവൻ തന്നെ കൊടുത്തിട്ട് അവിടെ സഹായിച്ചു. സോ ഇതിൽ ആറിൻ്റെ സാക്രിഫൈസ് ആണോ വലുതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ദാറ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ. Okay, that the prince's sacrifice is greater, otherwise the swallow's sacrifice is greater. That you can write down as answer for question number 5. Okay, then rest of the questions we can see in the next class. Okay, thank you.